ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിലൂടെ ഈ മിനിസ്റ്ററിലേക്ക് പോവാണ്. മിനിസ്റ്റർ, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. KSRTC ബസ്സുകൾ ഇങ്ങനെ കത്തുന്നത് സ്ഥിരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തു ചെയ്യാനാകും നമുക്ക്? അത് ശരിയാണ്. കാരണം കഴിഞ്ഞ ശബരിമല സീസണിൽ തന്നെ 2 വണ്ടികൾക്ക് തീ പിടിച്ചതായി കണ്ടിരുന്നു. ഇതിന്ന് വളരെ ഒരു വലിയ ഭാഗ്യമാണ്. ഡ്രൈവറുടെ സമയോചിതമായ ഒരു ഇടപെടലാണ് ഇന്ന് അപകടവും സംഭവിക്കാതെ നമ്മൾ രക്ഷിച്ചത്. ഈ പ്രോപ്പറായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം സത്യസന്ധമായിട്ട് പറയുകയാണ്. അതൊരു വിവാദമാക്കരുത്. കാരണം KSRTCയിൽ ഒരു മെയിൻ്റനൻസിന്റെ അഭാവം കൊണ്ടായിരിക്കണം. കാരണം ഇങ്ങനെ ടെക്നിക്കലി ബസ് അങ്ങനെ കത്തുന്ന പതിവുള്ളതല്ല. പക്ഷെ ഇത് പ്രോപ്പർ മെയിൻ്റനൻസിന്റെ ഒരു കാലാനുസൃതമായ മെയിൻ്റനൻസിന്റെയും കാര്യങ്ങൾ ഒക്കെ ഇല്ലായിരുന്നു. പക്ഷെ അതെല്ലാം ഞങ്ങൾ പരിഹരിക്കുകയാണ്. മെക്കാനിക്കുകൾ പലരും കണ്ടക്ടറെ ജോലി ചെയ്യായിരുന്നു KSRTC. അവരെ മുഴുവൻ മെക്കാനിക്കുകളെ തിരിച്ചയച്ചുകൊണ്ട് വണ്ടിയുടെ പണി വളരെ മെയിൻ്റനൻസ് വർക്കുകൾ വളരെ ദ്രുതഗതിയിലാക്കാനുള്ള നിർദ്ദേശം 2 ദിവസം മുമ്പ് തന്നെ കൊടുത്തു. മിസ്റ്റർ, ഒരിക്കലും വിവാദമാക്കുന്നില്ല. സാധാരണക്കാരുൾപ്പെടെ വിശ്വാസത്തോടെ കയറുന്ന ഒരു ബസ്സാണ് KSRTC ബസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശ്വാസവും ഉറപ്പും ഒക്കെയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഗതാഗത വിദഗ്ധന്മാരുൾപ്പെടെയുള്ള ആളുകളോടൊക്കെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഈ മെയിൻ്റെനൻസിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പരിഹരിക്കേണ്ട ഇതൊക്കെയല്ലേ? ജനങ്ങൾക്ക് അവരുടെ ജീവൻ പണയം വെച്ച് KSRTC ബസ്സിൽ കയറേണ്ട ഒരു അവസ്ഥയിലേക്ക്. ആ കാര്യം അവർ പറയുന്ന ഒരു സത്യമുണ്ട്. നമ്മൾ ആരെങ്കിലും വിമർശിക്കുമ്പോൾ അതൊരു കുറ്റമായിട്ട് എടുക്കണ്ട. അതിനകത്ത് മെയിൻ്റനൻസിന്റെ അപാകതയുണ്ട്. ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും അതറിയാം. KSRTCയുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കൾക്കറിയാം. അവരോട് ചോദിച്ചാലും ഞാൻ പറയുന്ന അഭിപ്രായം പറയും. അത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. മെക്കാനിക്കുകളെല്ലാം കണ്ടക്ടറായിട്ടും മറ്റു ജോലികൾക്കും പോയിരിക്കണം. എല്ലാവരെയും തിരിച്ചയക്കാൻ ഒരു 3-4 ദിവസം മുമ്പ് തന്നെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ഉത്തരവായി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഉത്തരവ് എൻ്റെ കൈവശം കിട്ടിയിട്ടില്ല. പക്ഷേ മെക്കാനിക്കൽ സൈഡിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെയാണ് വണ്ടികളിൽ വ്യാപകമായി ബ്രേക്കിന്റെ കംപ്ലൈന്റ് കണ്ടെത്തി. അത് മുഴുവൻ എയർ ബ്രേക്കിന്റെ കംപ്ലൈന്റ് ആണ്. അത് മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്ടിഫൈ ചെയ്തിരിക്കണം. ആദ്യം ഏതാണ് പ്രയോറിറ്റി എന്നുള്ള നിലയിൽ ഓരോന്നോരോന്നര ചെയ്യുന്നത്. ശബരിമല സീസണിൽ 2 വണ്ടിക്ക് തീ പിടിച്ചു. അപ്പോൾ ഇലക്ട്രിക്കൽ ലൈനിന്റെ കാര്യങ്ങളാവാം പിന്നെ തീപിടുത്തത്തിന്റെ കാരണം എന്ന് സംശയിക്കുന്നു. പക്ഷേ എന്നാലും മാനേജിംഗ് ഡയറക്ടർ CMDയോടും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്കലിനോടും ഇക്കാര്യത്തിൽ അടിയന്തരമായ അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ ഇഷ്യൂ എന്ന് കണ്ടെത്തണം. അത് ഈ ആരെങ്കിലും വിമർശിക്കുമ്പോൾ നമ്മൾ അതിനെ കുറ്റമായിട്ട് ഒരിക്കലും കാണരുത്. പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും വിദഗ്ധരായ ആളുകൾക്കും അറിയാം ശരിയായ ഒരു മെയിൻ്റനൻസിന്റെ അപാകതയുണ്ട്, സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി ഇല്ലായ്മയുണ്ട്. അതെല്ലാം പരിഹരിക്കാനുള്ള നടപടി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സ്പെയർ പാർട്സ് ഈ ലോക്കലായിട്ട് വാങ്ങാതെ നേരിട്ട് തന്നെ വാങ്ങിച്ചുകൊണ്ട് കൃത്യമായി അതിന്റെ അവൈലബിലിറ്റി ഉറപ്പാക്കി കൃത്യമായ മെയിൻ്റനൻസ് ചെയ്യുന്നതോടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള നടപടികളെല്ലാം ഞങ്ങൾ ദ്രുതഗതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. മെക്കാനിക്കുകളെല്ലാം വണ്ടി പരിശോധിക്കുന്നില്ല. അത് വിദഗ്ധർ പറയുന്നതും ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നതും സത്യമാണ്. അതാണ് നമ്മൾ വിവാദമാക്കരുതെന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഈ സത്യത്തെ വിവാദമാക്കരുതെന്നാണ് പറഞ്ഞത്. അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിൽ വിവാദമൊന്നുമില്ല. ബസ്സിൽ തീ പിടിക്കാനുള്ള കാരണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുക. അത് വിദഗ്ധരാണ് അഭിപ്രായം പറഞ്ഞത്. ഞാൻ പറയുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കാതെ ബസ് തീ പിടിച്ചത് വിവാദം എന്നല്ല പറഞ്ഞത്. ഞാനൊരു സത്യം പറയുമ്പോൾ വിദഗ്ധരെല്ലാം പറയുന്നത് സത്യം ഞാൻ ആവർത്തിക്കുമ്പോൾ പൊളിറ്റിക്കലായിട്ട് കണ്ടിട്ട് മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സ്വാഗതാർഹമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ ഈ വരുന്നുണ്ട്. ഗതാഗത വകുപ്പിന് കീഴിൽ വരുന്നുണ്ട്. മിനിസ്റ്റർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അത്തരത്തിൽ ഇപ്പോൾ ഈ ഗതാഗത വിദഗ്ധന്മാരൊക്കെ ചൂണ്ടിക്കാട്ടി നമ്മുടെ ലൈഫ്, അതായത് KSRTCയിലെ പരിമിതികൾ മൂലം പല ബസ്സിനെ ലൈഫ് നീട്ടിക്കൊടുക്കുന്ന നടപടികൾ അങ്ങനെ പലതും ഇപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതിലൊക്കെ ഒരു മാറ്റം മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാമോ? നമുക്ക് പുതിയ വണ്ടികൾ വ്യാപകമായി ഇപ്പോൾ ഒരു ട്രയൽ നടത്താൻ പോവുകയാണ്. വിദഗ്ധരുടെ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അവർ പരിശോധിച്ച് നിർദ്ദേശിക്കുന്ന പുതിയ വണ്ടികൾ, വലിയ വണ്ടികൾക്ക് പകരം ചെറിയ വണ്ടികൾ വാങ്ങുവാൻ, വലിയ വണ്ടികൾ സൂപ്പർ ഫാസ്റ്റ് വണ്ടികളും പുതിയത് വാങ്ങാനുള്ള പണം സർക്കാർ അനുവദിച്ചു തരുന്നുണ്ട്. ധനകാര്യ വകുപ്പ് അതിന്റെ ഫയൽ ഇപ്പോൾ പ്രോസസ്സിംഗ് ആണ്. ഉടൻ വരും. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പുതിയ വാഹനം, ഈ ഒരു വണ്ടിയുടെ ട്രയലുണ്ട്. അപ്പം ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ ആധുനികമായ വാഹനങ്ങളിലേക്ക് നമ്മൾ മാറും. കാലപ്പഴക്കം പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് ശരി. പക്ഷെ നമുക്ക് ഇപ്പോൾ കാലപ്പഴക്കം കണക്കിലെടുത്ത് വണ്ടികളെല്ലാം സ്ക്രാപ്പ് ചെയ്താൽ ഒക്ടോബർ മാസത്തോടെ 1200 KSRTC ബസ്സുകൾ സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും. 1200 ബസ്സുകൾ സ്ക്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് KSRTC പോകും. അത് പോകാതിരിക്കാനുള്ള ശ്രമമാണ്. താൽക്കാലികമായ പരിഹാരം മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പുതിയ വണ്ടികളിലേക്ക് മാറാൻ ധനകാര്യ വകുപ്പിന്റെ പുതിയ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുതിയ വണ്ടികളിലേക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയിലേക്ക് മാറാനായിട്ട് നിർദ്ദേശം ബഡ്ജറ്റിൽ തന്നെ വന്നിട്ടുണ്ട്.
തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ ഉണ്ടാവും, വളരെ വേഗത്തിൽ ആ മാറ്റങ്ങൾ ഉണ്ടാവും. തീർച്ചയായും അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. മിനിസ്റ്ററിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷയാണ്. ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരുടെ ഒന്നും അറിയാതെ അല്ലെങ്കിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ യാത്ര ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ആർക്കും ഒരു പരിക്കും ഉണ്ടാകാതെ ആ അപകടം അങ്ങനെ തന്നെ ചെന്ന് അവസാനിച്ചു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുകയും ചെയ്യുന്നു.